പാർട്ടി തോറ്റു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? പാർട്ടി അല്ല തോറ്റത്, പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങളാ തോറ്റത്. സത്യക്രിയകളെ കൈകൊണ്ട് സ്പർശിക്കരുത്, ലാത്തി കൊണ്ട് സ്പർശിക്കാവുള്ളൂ എന്ന് പറഞ്ഞൊരു കാലമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മെമ്പർഷിപ്പ് എടുത്തു 1955 നിലത്തിരുത്തുന്ന കുട്ടികളെ മിക്കവാറും ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട കുട്ടികളായിരിക്കും. ക്ഷേത്രപ്രവേശന വിളംബരം 1936 അത് ശരിയാണ്. 36 കുട്ടികളോട് കുറച്ച് വിവേചനമൊക്കെ കാണിക്കുന്ന കൂട്ടത്തിലായിരുന്നു ആ കാലം. കേവൈഷാബായിയൊക്കെ വന്ന് കോളപ്പുറപ്പെടുത്തുന്നു. 55 ചരിത്രപ്രസിദ്ധമായ ട്രാൻസ്പോർട്ട് സമരം നടക്കുന്നത്. ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ആകസ്മികം എന്ന് പറയും. ഭയങ്കര പ്രവർത്തനമായിരുന്നു. പട്ടംതാണ പിള്ളയുടെ കാലമാണ്. പാവങ്ങൾ ഉയർത്തെഴുന്നേറ്റ ഒരു കാലഘട്ടമാണ്. തെരഞ്ഞെടുപ്പിൽ ജനപിന്തുണ ഗണ്യമായി കുറഞ്ഞു. ക്രിസ്ത്യാനി അടിയന്തരാവസ്ഥയെ നല്ലതുപോലെ ഉപയോഗിച്ചൊരു കോൺഗ്രസ്. അപ്പൊ അത് ആ ഗവൺമെന്റ് ഒരു പ്രതീക്ഷയായിരുന്നു. തോറ്റു എന്നുള്ളിടത്തല്ല, വളരെ ദയനീയമായിട്ട് തോറ്റു എന്നുള്ളതാണ്. 45% വോട്ടിൽ നിന്നും 37% മാറി. പന്ത് കളിക്കാൻ പോകുന്നു. നന്നായിട്ട് പെർഫോം ചെയ്ത ആൾ അടുത്ത പ്രാവശ്യം ടീമിലില്ല എന്ന് പറയുമ്പോൾ കളി കണ്ട് ഇരിക്കുന്ന ആൾക്ക് എന്ത് തോന്നും? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന് ബ്രാക്കറ്റിൽ എഴുതി വെച്ചുകൊണ്ട് പാർട്ടി മാർക്സിസ്റ്റ് ആകാൻ അങ്ങനെയാവുന്നു. ഈ ക്രിസ്ത്യാനിയുടെ ഒരു ഭീകരഭരണമായിരുന്നു വാസ്തവത്തിൽ ഇടുക്കിയിൽ. നമസ്കാരം. BBC-യുടെ വർത്തമാനം പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഒരു വട്ടം കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ അതിഥി സീനിയർ കമ്മ്യൂണിസ്റ്റായ എം കുമാരൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം തൊടുപുഴയ്ക്കടുത്ത് കാഞ്ഞാർ സ്വദേശിയാണ്. ഇപ്പോൾ 89 വയസ്സായി. അടുത്ത വർഷം നവതി ആഘോഷിക്കുകയാണ്. ഒരുപാട് അനുഭവങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച്, കമ്മ്യൂണിസ്റ്റായും രാഷ്ട്രീയ മേഖലയിലും ഒക്കെ വലിയ അനുഭവങ്ങളുള്ള വ്യക്തിയാണ് സഖാവ് എം കുമാരൻ. ഞാൻ 1982 സഖാവ് എം കുമാരനെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ കുമാരൻ ചേട്ടനാണ് വിളിക്കുന്നത്. മാർക്സിസം ലെനിനിസം CPIഎമ്മിൻ്റെ പാർട്ടി പരിപാടി, അത് നടപ്പിലാക്കുന്ന രീതി, ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ആ രാഷ്ട്രീയ പ്രശ്നങ്ങളെ കാണുന്ന രീതി, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ശരിയോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചു പറയുകയും ആ പറയുന്ന കാര്യങ്ങളിൽ ഒരു നിലപാടുള്ള ആളായിരുന്നു. ഇപ്പോഴും നിലപാടുള്ള ആളാണ് എം കുമാരൻ. 89 വയസ്സായി. അടുത്ത വർഷം നവതി ആഘോഷിക്കുന്നു. സഖാവ് എം കുമാരൻ ചേട്ടനെ വർത്തമാനത്തിൻ്റെ പരിപാടിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. കുമാരൻ ചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെ. നമ്മൾ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി ഇല്ലേ? കുറച്ച് വർഷങ്ങളായി. മറ്റേ എല്ലാ ദിവസവും കാണുമായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എല്ലാ ദിവസവും ഓഫീസിൽ വരുന്നു. കുമാരൻ ചേട്ടൻ അവിടെ ചെത്തുതൊഴിലാളി യൂണിയൻ്റെ ഓഫീസിലുണ്ടാവും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആണ് എല്ലാ ദിവസവും കാണുന്ന ഒരാളായിരുന്നു കുമാരൻ ചേട്ടൻ. കുറേ നേരം ചെലവഴിക്കുമായിരുന്നു. അല്ല, കുമാരൻ ചേട്ടൻ്റെ കൂടെ ചെലവഴിക്കുന്ന സമയമെന്ന് പറയുന്നത് ഞാൻ ചാർജ് ചെയ്യപ്പെടുകയാണ്. ഈ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യില്ലേ എന്ന് പറഞ്ഞതുപോലെ ഞാൻ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. എനിക്ക് ഉള്ള സംശയങ്ങൾ മാർക്സിസ്റ്റെ കുറിച്ചായാലും കമ്മ്യൂണിസ്റ്റെ കുറിച്ചായാലും മാർക്സിനെ കുറിച്ചായാലും അപ്പോഴുണ്ടാകുന്ന അക്കാലത്തുണ്ടായ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചാണെങ്കിലും കുമാരൻ ചേട്ടനുമായി ഡിസ്കസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷം നൽകുന്ന, വലിയ സംതൃപ്തി തരുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് കുമാരൻ ചേട്ടനുമായിട്ട് ഞാൻ ഏറെ സമയം അക്കാലത്ത് സംസാരിക്കുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു ഞാൻ. കുമാരൻ ചേട്ടൻ ജനിക്കുന്നത് 1937 അല്ലേ? അതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത വർഷം 2027 90 വയസ്സാകുന്നു നവതി ആഘോഷിക്കുന്നവരുടെ. കാരണം 1937 കമ്മ്യൂണിസ്റ്റ് ചരിത്രവുമായി ബന്ധമുണ്ട്. അതെ. എന്താണ് ബന്ധം പറയുക? 27 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. 4 പേരുടെ നേതൃത്വത്തിലാണ് ആ ഗ്രൂപ്പ്. അന്ന് തിരുവണ്ണൂരിൽ, കോഴിക്കോട് തിരുവണ്ണൂരായിരുന്നു. പറഞ്ഞോളൂ. 37 ആ വർഷമാണ് ജനിക്കുന്നത്. അന്ന് ആ 4 പേര് ആരൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയുണ്ട്. പറഞ്ഞോളൂ. സുപരിചിതനല്ലാത്ത ഒരാൾ NC ശേഖർ സുപരിചിതനല്ലേ? ഏതാമോദര്, P കൃഷ്ണപിള്ള, EMS. ഇവർ 4 പേരാണ്. പിന്നെ അതിനുശേഷം 1939 എൻ്റെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം പിണറായിക്കടുത്ത് പാറപ്പുറത്ത് ചേർക്കുന്നത്. അതാണ് ആ ചരിത്രം അങ്ങനെയാണ്. അപ്പോൾ 1937 സഖാവ് കുമാരൻ ചേട്ടൻ ജനിക്കുന്നത് എന്നുള്ളതിന് പ്രത്യേകതയുണ്ട്. കുമാരൻ ചേട്ടൻ്റെ ബാല്യകാല കാര്യങ്ങൾ, കുടുംബ പശ്ചാത്തലം, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, 1900 ജനിച്ച സമയമുണ്ടല്ലോ, ഒരു 37, 47, 47, 50 വരെയുള്ളൊരു കാലഘട്ടം, ആ പഠിച്ച കാലഘട്ടം,
യൗവന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം. 1937 എന്ന് പറയുമ്പോൾ കേരള നവോത്ഥാനത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നത് ആ വർഷമാണ്. 1937 36. ക്ഷേത്രപ്രവേശന വിളംബരം 1936. അത് ശരിയാണ്. 36. പക്ഷെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റിയ 46. അതെ അതെ അതെ. വിളംബരം 36. 36. പിന്നീട് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ആരംഭവും 37. അങ്ങനെ എന്തുകൊണ്ടും ഒരു പ്രധാനപ്പെട്ട വർഷമാണ് ഈ പറഞ്ഞ 36, 37, 38 കാലഘട്ടം എന്ന് പറയുന്നത് കാലം. 2 വർഷം കഴിഞ്ഞപ്പോ 2ാം ലോകമഹായുദ്ധം ആരംഭിച്ചു. 39 ആരംഭിച്ചു. ഞാൻ 1ാം ക്ലാസ്സിൽ കൊടയത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേരുന്ന 1944. 7 വയസ്സ്. 2ാം ലോകമഹായുദ്ധം കൊടുമ്പിരി ഉള്ള സമയമാണ്. ഈ വിമാനം പറക്കുന്നത് ആദ്യം കണ്ടത് അന്നാണ്. ആ വർഷങ്ങളിലാണ് യുദ്ധവിമാനങ്ങൾ നമ്മുടെ ആകാശത്തൂടെ പറന്നു പോകും. ഒന്നിൽ കൂടുതൽ ഒന്നിച്ചൊക്കെ പറന്നു പോകും. കാണുന്ന ആ കാലഘട്ടം കാണാൻ പഠിക്കുമ്പോൾ 1ാം ക്ലാസ്സിൽ 44. അതെ, 7 വയസ്സുണ്ടാവും. അതൊക്കെയാണ് അന്ന് ഈ പിന്നെ ഗവൺമെന്റ് സ്കൂളിൽ ചേരുമ്പോൾ തീണ്ടലും തൊടിയിലും ഒക്കെ ക്ഷേത്രപ്രവേശന വിളംബരം വന്നെങ്കിൽ തീർത്ഥങ്ങ് മാറാത്ത കാലമാണ്. കുടയത്തൂർ ഗവൺമെന്റ് സ്കൂള് എന്ന് പറയുന്ന അന്നത്തെ മലയാളം 7ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്. ഹൈസ്കൂളായിട്ടില്ല അന്നത്. അന്ന് സർക്കാർ സ്കൂളെന്ന് പറഞ്ഞാൽ ഈ സവർണ മേധാവികൾക്ക് കുറച്ചുള്ള കാലം ആണ്. ഹെഡ് മാസ്റ്ററും അധ്യാപകരും അതുപോലെ അധ്യാപകർ തന്നെ കുട്ടികളോട് കുറച്ച് വിവേചനമൊക്കെ കാണിക്കുന്ന കൂട്ടത്തിലായിരുന്നു ആ കാലം. ഏത് ജാതി അടിസ്ഥാനത്തിലാണോ വിവേചനം? ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അത്? ജാതിയുടെ സാമ്പത്തിക അടിസ്ഥാനം ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇത് കലശലായി നിന്ന ഒരു കാലത്തൊന്നും മാറ്റം വന്നെങ്കിലുവേ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. മാറ്റം വന്നെങ്കിലും ഇവരുടെ ഒന്നും മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഇപ്പൊ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ എല്ലാ കുട്ടികൾക്കും ഒന്നും ഇരിക്കാൻ ബെഞ്ചില്ല. അങ്ങനെ വരുമ്പോ പുറകില് വരുന്ന ഭാഗത്ത് ബെഞ്ചുണ്ട്, ബെഞ്ചിടും. അല്ലാത്ത കുട്ടികൾ അപ്പൊ ഈ നിലത്തിരുത്തുന്ന കുട്ടികളെ മിക്കവാറും ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട കുട്ടികളായിരിക്കും. അപ്പൊ അന്ന് ഞാൻ ഈ നിലത്ത് ഇരിക്കേണ്ടി വന്ന ഒരു കുട്ടിയാണ്. അല്ല, അന്നങ്ങനെ നിലത്തിരിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് ഉള്ളിലൊരു വിവേചനം ഉണ്ട്. അതിന്റെ ഉള്ളിലൊരു വിവേചനം ഉണ്ട്. അധ്യാപകന്റെ മനസ്സിൽ വിവേചനം പോയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറയാം. അപ്പൊ അപ്പുറത്ത് അതേ അവസരത്തിൽ ഇരിക്കുന്നവരെ ഫ്രണ്ടിലാണ് ഇരുത്തുന്നത്, മറ്റവരെ ബാക്കിലിരുത്തും. ബാക്കിലാണ് ബെഞ്ച് എന്ന് പറയുന്നത്. അവർക്ക് ബെഞ്ചിലിരിക്കാം. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അന്ന് മുതലേ എനിക്ക് ഈ രീതിയോട് ഒരു വിയോജിപ്പ് ആ കുട്ടി മനസ്സിലുണ്ടായിരുന്നു. 7ാമത്തെ വയസ്സിൽ ഞാൻ 1ാം ക്ലാസ്സിൽ പഠനം പൂർത്തിയാക്കിയില്ല. അവിടുന്ന് പിണങ്ങി പിരിഞ്ഞ് പോയി. പഠിത്തം നിർത്തി പോന്നു. കാരണം ഇത് തന്നെ. ഇതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ കാരണങ്ങളിലൊന്നാണ്. ഞാൻ പോവില്ല എന്നും പറഞ്ഞ് വാശി പിടിക്കുകയാണ്. എന്താ കാര്യം എന്താ വെച്ചാൽ അതുപോലെ ഈ അധ്യാപകൻ ഈ പിന്നെ സമുദായത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കിട്ടൊക്കെ വെറുതെ അടി കൊടുക്കും, വെറുതെ ചിട്ടിക്കും. ഒരു കാര്യവും എന്തിനാ ചിട്ടിച്ചെന്ന് കുട്ടിക്കും അറിയത്തില്ല, അധ്യാപകനും അറിയത്തില്ല. പക്ഷെ അധ്യാപകന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. അതുപോലെ ചിട്ടിക്കില്ല. അപ്പൊ പ്രതിഷേധിച്ച് ഞാനും നിർത്തി പോകുന്നു. പിന്നെ അടുത്ത വർഷം എൻ്റെ അമ്മയുടെ വീട് ഉള്ളനാട് എന്ന് പറയുന്ന പാലായ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്. ഉള്ളനാട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ചേർന്ന് 1ാം ക്ലാസ്സിൽ അതിൽ പഠിച്ചു. 3ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. പിന്നെ 4 ഇവിടെ വീണ്ടും കുടയത്തൂർ തന്നെ പഠിച്ചു. അന്നേരത്തേക്കും സ്വാതന്ത്ര്യമൊക്കെ ആയി, കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റമൊക്കെ വന്നു. ഇതൊക്കെയാണ് അന്നത്തെ ഒരു. അപ്പൊ ചെറുപ്പം മുതലേ ഒരു അനീതി കണ്ടാല് എതിർക്കുന്ന ഒരു സ്വഭാവം, ഒരു പോരാട്ട വീര്യം ഉള്ളിലുണ്ടായിരുന്നു. അന്ന് മുതലേ എനിക്കൊരു പ്രതിഷേധം അന്ന് തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ക്ലാസ്സിലെ അധ്യാപക അതിനോട് പഠിത്തം നിർത്തിപ്പോയി. കുമാരൻ ചേട്ടൻ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷണമായത്? ആകർഷണമായത് എങ്ങനെയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകർഷിച്ചാൽ ഈ കുടയത്തൂര് പിന്നെ എനിക്കൊരു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, സെക്കൻഡ് തേർഡിലൊക്കെ പഠിക്കുന്ന കാലത്ത് 54, 55
53 കാലഘട്ടത്തിൽ ഈ കുടയത്തൂർ കോളപ്പുറ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ. അതറിയാം. കോളപ്പുറ ആ വെയിറ്റിംഗ് ഷെഡ് ഇരിക്കുന്നിടത്ത് ഒരു ആൽമരമുണ്ട്. അന്ന് ഒരു ചെറിയ ആൽമരം, വലിയ തന്നെ. അത് അന്ന് നാട്ടുകാർ വിളിച്ചോണ്ടിരുന്ന കൊച്ചാലെന്നാണ്. കൊച്ചാൽ. അപ്പോൾ ഈ കൊച്ചാലും മോട്ടിൽ മീറ്റിംഗ് ഉണ്ടാവും, ഇടതുപക്ഷത്തിന്റെ മീറ്റിംഗ് ഉണ്ടാവും. അന്ന് ആ കാലത്ത് തന്നെ കേവൈഷാബായി ഒക്കെ വന്ന് കോളപ്പുറ പ്രസംഗിച്ചിട്ടുണ്ട്. ശരി. അതാണ് വലിയ ആളുകളെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് കോളപ്പുറ പ്രസംഗിക്കും. അതിന് നല്ലൊരു സദസ്സും ഉണ്ടാവും. നല്ല സദസ്സായിരുന്നു. നല്ല സദസ്സും ഉണ്ടാവും. അതുപോലെ ഈ പിന്നീട് നാടക നടിയൊക്കെ ആയി വന്ന ആനി വക്കൻ എന്ന് പറയുന്ന 2 സഹോദരന്മാരാണ്. ആനി വക്കൻ. അവര് പാട്ട് പാടുന്ന കാര്യത്തിൽ KPSCയുടെ ഗാനങ്ങളൊക്കെ ഉണ്ട്. പാട്ട് പാടുന്ന ആളുകളാണ്. അപ്പം ഈ കൊച്ചാലുമൂട്ടിൽ മീറ്റിംഗും ഉണ്ടാകും. അതിൽ ഈ പിന്നെ ആനിവക്കൻ ഗ്രൂപ്പിന്റെ പാട്ടും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് പോകും. അപ്പൊ ഈ മീറ്റിങ്ങുകൾക്ക് ഞാൻ പതിവായിട്ട് പോകുമായിരുന്നു. കോളപ്പുറയിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ. സ്കൂള് വിട്ട് കഴിഞ്ഞായിരിക്കും ഈ മീറ്റിംഗ് പോകുന്നത്. അപ്പം അവിടെയൊക്കെ പോയി അങ്ങനെ അപ്പം ആ പ്രസംഗമെല്ലാം പോയി കേൾക്കുക എന്നൊരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇടതുപക്ഷ ചിന്ത മനസ്സിൽ, അതെ, ഇടതുപക്ഷ പ്രവർത്തനം നടക്കുന്ന ഒരു കേന്ദ്രമായിരുന്നത് കൊണ്ട് നമ്മുടെ ചിന്തയ്ക്ക് ഒപ്പിച്ച് അത് പോകുന്നു. അന്നും പിന്നെ ആ വിളിക്കുന്ന മുദ്രാവാക്യത്തിനോടൊക്കെ നമുക്ക് യോജിപ്പ് വരും. അതാണ് ഒരു ആകർഷണം വന്നത്. അങ്ങനെ വന്ന് 1955 ഞാൻ പാർട്ടി ചേർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് മെമ്പർഷിപ്പ് എടുത്തു 1955. മെമ്പറായി 18 വയസ്സായി. 18ാമത്തെ വയസ്സിൽ 18 അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായി 55. 1955 കഴിഞ്ഞ പിന്നെ 57 EMSന്റെ സർക്കാർ വരുന്നത്. 55 ചരിത്രപ്രസിദ്ധമായ ട്രാൻസ്പോർട്ട് സമരം നടക്കുന്നത്. വലിയ മർദ്ദനമൊക്കെ അഴിച്ചുവിട്ട് പോലീസ് ക്രൂരമായ മർദ്ദനം നടത്തിയ ഒരു സമരമായിരുന്നു. KT ജേക്കബിന്റെ പിന്നെ കൈ തല്ലിയൊടിച്ച പോലീസ് തല്ലി. മൂവാറ്റുപുഴ ബസ് പിക്കറ്റ് ചെയ്തതാണ് സമരത്തിന്. ആ പിക്കറ്റ് ചെയ്തപ്പോൾ അടിച്ചൊടിച്ചു കല്ലി 55. കോട്ടയം വാസിയുടെ തല തല്ലി പൊട്ടിച്ചു ആ സമരത്തില്. ഭയങ്കര മർദ്ദനമായിരുന്നു. പട്ടംതാണ പിള്ളയുടെ കാലമാണ്. സത്യഗ്രഹികളെ കൈകൊണ്ട് സ്പർശിക്കരുത്, ലാത്തി കൊണ്ട് സ്പർശിക്കാവുള്ളൂ എന്ന് പറഞ്ഞൊരു കാലമാണ്. പറഞ്ഞാൽ അടിച്ച് എണീപ്പിക്കുക, അല്ല പിടിച്ചേൽപ്പിക്കാൻ പാടില്ല. അങ്ങനെയായി ഈ കൈയൊക്കെ കൊടിച്ചു. അല്ലെങ്കിൽ കയറ്റിയാപ്പിന്റെ കൈ തല്ലി ഒടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് കോളപ്പുറയെന്ന് ഞാൻ അത് പറയാൻ പറ്റില്ല. കോളപ്പുറയെന്ന് ഞാൻ പാർട്ടി ഘടകത്തിൽ, എൻ്റെ പാർട്ടി ഘടകത്തിൽ നിന്ന് ഒരാള് ഈ സമരത്തിന് പോയി. അതായത് മർദ്ദനമേറ്റതേ ഉള്ളൂ. പക്ഷെ ആ പുള്ളി മർദ്ദനയ്ക്ക് ഒരു ചികിത്സ നൽകാൻ വേണ്ടി ഒരു റിലീഫ് ക്യാമ്പ് എന്ന് പറഞ്ഞ പോലെ ഒരു തീരുമാനമൊക്കെ ഉള്ള ഒരു ഏർപ്പാടൊക്കെ ഞങ്ങൾ ചെയ്തു. ആ പ്രവർത്തനമാണ് വാസ്തവത്തിൽ എൻ്റെ ആദ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയാം. 55 റിലീഫ് ക്യാമ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനം. എബ്രഹാം എന്ന് പറയുന്ന ഒരാളായിരുന്നു. എന്റെ അടുത്ത ചോദ്യം, 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. EMS അധികാരത്തിൽ വരുന്നു. 59 വരെ EMSന്റെ ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ ഇരുന്നു. ആ സർക്കാരിനെ കുറിച്ച് ഉണ്ടായിട്ടുള്ള എങ്ങനെയാ അത് സർക്കാർ അധികാരത്തിൽ വന്ന ആ ഒരു രീതിയും, എങ്ങനെയാ സർക്കാർ അധികാരത്തിൽ തുടർന്നതും, എങ്ങനെയാ ആ സർക്കാർ അധികാരത്തിൽ നിന്ന് പോയതും എന്ന് കൃത്യമായിട്ട് ഒരു വീക്ഷണം ഉണ്ടല്ലോ. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ആകസ്മികം എന്ന് പറയാം. ആകസ്മികമാണ്. പ്രതീക്ഷ വെച്ചിരുന്നില്ല. ഇങ്ങനെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയില് പിന്നെ ആദ്യം പാർട്ടിക്ക് അധികാരം കിട്ടാൻ സാധ്യതയുള്ളത് ആന്ധ്രയിലാണ് അത് കഴിഞ്ഞേ ഉള്ളൂ. പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം അത് കേരളത്തിന് അനുകൂലമായി. അതിന് കാരണം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ പാർട്ടി അനുഭാവികൾ കൂടുതലും കേഡർമാർ കുറവുമാണ്. ആന്ധ്രയില് അനുഭാവികൾ കുറവും കേഡർമാർ കൂടുതലുമാണ്. അതായിരിക്കാൻ ഒരു കാരണം. അത് കേരളത്തില് ജനങ്ങൾ ഒഴുകി വന്ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പ്രതീക്ഷ തൊടുപുഴ പോലും അഗസ്ത്യം പുള്ളിയാണ് ഇടതുപക്ഷത്തിന് വേണ്ടി സ്വതന്ത്ര സ്ഥാനം, കുറെ സ്വതന്ത്രന്മാർ മത്സരിച്ചല്ലോ. അതിലൊരാള് അഗസ്ത്യം പുള്ളിയായിരുന്നു. ഒരാള് ജയിച്ചില്ല. പിന്നെ വഴുതനപ്പള്ളി ഈ പോളിങ്ങിന്റെ 4-5 ദിവസം മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ട്
വാഹനാപകടത്തിൽപ്പെട്ട് കുമ്മങ്കല്ല് ആ തോടിന്റെ പാലം അതെ അതെ ഉണ്ടല്ലോ, അതെ ആ അതെ അതെ കുമ്മങ്കല്ല് ഞാൻ ആ കേട്ടിട്ടുണ്ട് അതാ പറയുന്നത്. പാലത്തിന്റെ താഴോട്ട് വണ്ടി പൊട്ടി വണ്ടി മറിഞ്ഞ് ഉം. പിന്നെ വല്ല ഗുരുതരമായി പരിക്ക് പറ്റി കിടന്നു. അതുകൊണ്ട് മരിച്ചു പോകുമെന്ന് സംശയം പറയുക, എതിരാളികൾ മരിച്ചു പോകും എന്ന് പറയുകയും ചെയ്ത ഒരു സംഭവമാണ്. അതോടുകൂടി ആ തെരഞ്ഞെടുപ്പിന്റെ കുറച്ച് എന്നിട്ടും 1500 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടത്. പിന്നീട് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തില് ഈ പിന്നെ പാവങ്ങൾ, പ്രത്യേകിച്ചും അധ്വാനിക്കുന്ന വർഗം എന്ന് പറയുന്ന, അല്ലെങ്കിൽ വളരെ സമൂഹത്തിൽ പിന്നോക്കം വളരെ നിന്നിരുന്ന ആളുകൾക്കൊക്കെ വലിയ ആഹ്ലാദം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പിന്നീടുള്ള ഗവൺമെന്റ് നടപടിയും അത്തരത്തിലുള്ളതായിരുന്നു. ഭൂപരിഷ്കരണ നിയമം, വിദ്യാഭ്യാസ ബില്ല്, ഒന്ന് അന്ന് വളരെ സജീവമായി നിന്നിരുന്ന ഒരു കുടിയിറക്കുക എന്ന് പറഞ്ഞൊരു ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ആളുകളെ ബലം പ്രയോഗിച്ച് കുടിയിറക്കി വിടുന്ന ഒരു സമ്പ്രദായം നിലനിന്നിരുന്നു. ജന്മിമാരോ അല്ലെങ്കിൽ സമ്പന്നരായ ആളുകളിലെ കുടികിടപ്പെന്ന് പറയുന്ന ഒരു ഇടപാട് അന്നുണ്ടായിരുന്നു. ആ ആളുകളെ ഉടമയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അപ്പം അങ്ങനെ ഒഴിപ്പിക്കുകയാണ് പൊളിച്ച് കളയുക, കെട്ടിടം പൊളിച്ച് ചിലപ്പോൾ തീ വെക്കും. അത് ഉടമസ്ഥന്റെ സൗകര്യം പോലെ ചെയ്യുക, അല്ലെങ്കിൽ പൊളിച്ചുകൊണ്ട് പോകാൻ പറയും. അങ്ങനെ കുടിയൊഴിപ്പിക്കൽ എന്ന് പറയുന്നൊരു ഏർപ്പാട് അത് നിരോധിച്ചു ഗവൺമെന്റ്. അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്ത ഒരു നടപടിയൊക്കെയാണ്. കുടിയൊഴിപ്പിക്കാൻ പാടില്ല അല്ലേ? നിരോധിച്ച് തീയതി മറന്നുപോയി. ഏപ്രിൽ 5-ാം തീയതിയാണ്. ഏപ്രിൽ 5-ാം തീയതിയാണ് അധികാരത്തിൽ വരുന്നത്. ജൂലൈ 11 തീയതി വിജ്ഞാപനം വന്നു എന്നാണ്. ഒരാഴ്ചക്കുള്ളിൽ അത്തരം ചില നടപടികളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് ആളുകൾ പാവങ്ങൾ ഉയർത്തെഴുന്നേറ്റ ഒരു കാലഘട്ടമാണ് എല്ലാ വിധത്തിലും. അതുപോലെ പോലീസ് മർദ്ദനം അതുവരെ എന്തെങ്കിലും പോലീസ് ആളുകളെ പിടിച്ച് കേസില്ലാതെ തന്നെ പിടിച്ച് മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അതും നിരോധിച്ചു സർക്കാർ. പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്നു. ഇതില് പിന്നെ ഭരണം അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഭൂപരിഷ്കരണ വിദ്യാഭ്യാസ ബില്ല് വന്നു, നിയമം വന്നു. ഇതെല്ലാം എതിരാളികളെ വേവലാതിപ്പെടുത്തുന്നതായി. വിദ്യാഭ്യാസ ബില്ല് വന്നു. അതിനെതിരെ ഒരുപാട് നുണപ്രചരണങ്ങൾ നടത്തി ആളുകളെ പിന്നെ ഗവൺമെന്റിന് എതിരാക്കി ആണ് വിമോചന സമരത്തിന്റെ വാസ്തവത്തിൽ അന്ന് ഉയർത്തിയതെല്ലാം വ്യാജമായിരുന്നു. എതിരാളികൾ കോൺഗ്രസ് സ്കൂളെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് ക്രിസ്ത്യാനികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭൂനയ ബില്ല് വന്നു കഴിഞ്ഞപ്പം കുറച്ചൊരു ജന്മിമാരുടെ ഇടയ്ക്ക്. പക്ഷെ അതും അതിന്റെ ഗുണഫലം വാസ്തവത്തിൽ ജന്മിമാർക്ക് കുറച്ച് ഗുണമായിരുന്നു. ആ സ്ഥിതി മാറ്റമുണ്ട്. അന്ന് ജന്മിമാരുടെ അവസ്ഥ എന്ന് പറയുന്നത് ജന്മിത്വമേ ഉണ്ടായിരുന്നുള്ളൂ, സമ്പന്നതയില്ലായിരുന്നു. അപ്പൊ അവർക്ക് ജീവിത സാഹചര്യത്തിൽ മാറ്റം വരുത്താൻ ഇടയാക്കുക എന്നതാണ് സരസ്വതി ആ ബില്ല്. അതാണ് പിന്നീട് ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. അല്ല, ആ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണോ ഒന്നാമത് ആ ഗവൺമെന്റിനെ 1959 ജൂലൈ 31 തീയതി നെഹ്റു പിരിച്ചുവിട്ടു. പക്ഷേ 1960 നടന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റില്ല. അത്രയും കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ട്, ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടും വരാൻ പറ്റില്ല. അതില് പറയുമ്പോ ഈ അധികാരത്തിൽ വന്നത് ഭൂരിപക്ഷത്തിന്റെ പിന്തുണയോട് കൂടിയല്ല. 33% വോട്ടാണ് അന്ന് ഇടതുപക്ഷത്തിന് കിട്ടിയത്. പോളി ചെയ്തതിന്റെ 33% കിട്ടിയുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത്രേ ഉള്ളൂ. അതുകൊണ്ട് കിട്ടി. ചതുക്കോണ മത്സരമൊക്കെ ആയിരുന്നു. അന്ന് ഈ മുന്നണികളില്ലല്ലോ. ഇല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ആണ് ഈ അധികാരത്തിൽ വരാനിടയായത്. സ്വാധീനം കൊണ്ട് മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം അതിൽ ഒന്നാമത്തെ കക്ഷിയായിട്ട് ഉയർന്നു വന്നു എന്നുള്ളതാണ്. അത് ഭൂരിപക്ഷത്തിന്റെ അടുത്തേക്ക്. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് 5 പേരുടെ പിന്തുണ ഉണ്ടായിരുന്നില്ലേ? സ്വതന്ത്രന്മാരായ 5 പേരും കൂടെ ഉണ്ടായിരുന്നല്ലോ. 5 പേരും കൂടെ കൂടിയപ്പോഴാണ് ഭൂരിപക്ഷം ഒരാളുടെ ഭൂരിപക്ഷം ത്തിലേക്ക് എത്തിയത്. അത് പക്ഷേ വിമോചന സമരം കഴിഞ്ഞപ്പോ പിന്നെ സീറ്റ് 28 കിട്ടിയത്. പക്ഷെ വോട്ട് 44% വോട്ട് കിട്ടി. ഭയങ്കരമായി വളർന്നു.
വോട്ടിന്റെ കാര്യത്തിൽ. അല്ല, സീറ്റിന്റെ കാര്യത്തിൽ സീറ്റാണ് 33% അല്ലേ? സീറ്റ് താഴോട്ട് പോയി. 40%. അന്നേരത്തേനും മുന്നണി വന്നു. അവര് മുന്നണിയായിരുന്നു അല്ലേ? വിമോചന സമരത്തോട് കൂടി രാഷ്ട്രീയമാകെ മാറിയില്ല. അതുവരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ച് നിന്ന ആളുകൾ എല്ലാം മുന്നണിയായി മാറി. ലീഗ് അടക്കമുള്ള കക്ഷികൾ, പിന്നെ NSS, മന്നത്ത് പത്മനാഭന്റെ നേതൃത്വം, മുസ്ലിം ലീഗിന്റെ നേതൃത്വം, ഇതങ്ങനെ സകല ജാതി കോമരങ്ങളും ഈ നമുക്ക് എതിരായി വന്നു. എന്നിട്ടും ഈ വോട്ട് ഭയങ്കരമായിട്ട് ഉയർന്നു, സ്വാധീനം വർദ്ധിച്ചു. അപ്പോൾ അതിന് സമാനമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2026 നടന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ 2021 പ്രകടന പത്രികയിൽ ഇടതുമുന്നണി പറഞ്ഞിട്ടുള്ള 99% കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എവിടെ നോക്കിയാലും രണ്ടാം പിണറായി വിജയന്റെ സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു കാണിക്കാവുന്നതുകൊണ്ട് എന്നിട്ടും തോറ്റുപോയി എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സാമ്യമാണോ അന്നുണ്ടായത്? അല്ല, അന്ന് പിന്നെ അത് രണ്ടും ഒരുപോലെയാണെന്ന് വിചാരിക്കാൻ പറ്റിയല്ല. അന്ന് പിന്നെ തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്നു വളരെ ശക്തിയായി. തോറ്റുപോയത് ഭൂരിപക്ഷം അത് പല കാര്യങ്ങൾ മുന്നണിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നതാണ്. പക്ഷെ ജനപിന്തുണ ഉണ്ടായിരുന്നു. ജനപിന്തുണ ഗണ്യമായി വർദ്ധിച്ചു. അല്ലാതെ ചെറിയ വർധനമല്ല, ഗണ്യമായി വർദ്ധിച്ചു. ഇത്തവണ അത് ഉണ്ടായില്ല. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ജനപിന്തുണ ഗണ്യമായി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 45% വോട്ടുണ്ടായിരുന്ന ഇടതുമുന്നണിയുടെ വോട്ട് ശതമാനം ഇത്തവണ 37 കുറഞ്ഞു. അതാ പറഞ്ഞത്, ഏതാണ്ട് 9% വോട്ട് കുറഞ്ഞു. അത് കുറഞ്ഞു. അതൊരു പിന്നെ പുതിയ സാഹചര്യമാണ്. അതിന് കാരണം ഈ പറയുന്നത് മതന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം എന്നൊക്കെ പറയാം. അടുത്ത എൻ്റെ ചോദ്യം, അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഒരു കാലഘട്ടം ശരിക്കും കുമാരൻചാണ്ടിനെ പോലുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരെ ശരിക്കും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒളിവിൽ പോകേണ്ടതും ആയ കാലഘട്ടം, കമ്മ്യൂണിസ്റ്റുകാർ പീഡിപ്പിക്കപ്പെട്ട കാലഘട്ടം, സ്വാതന്ത്ര്യം അടിച്ചമർത്തിയ കാലഘട്ടം, അങ്ങനെ ഒരുപാട് രീതിയിൽ പ്രശ്നങ്ങളുണ്ടാക്കിയൊരു കാലഘട്ടമാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തെക്കുറിച്ച് ഉള്ള ഒരു ചിന്ത എങ്ങനെ പോകുന്നു കുമാരൻചാണ്ടി? അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയല്ലാത്ത വിധത്തിൽ ഭീകരമായിരുന്നു അവസ്ഥ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ, ഞാനടക്കം ഉള്ള ആളുകൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഏതാണ്ട് യാത്ര പറഞ്ഞ വൈകുന്നേരം വരുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പാവപ്പെടുത്തിയ യഥാർത്ഥത്തിലും വസ്തുത അതാണ്. അങ്ങോട്ട് പോകുന്ന വഴി പോലീസിനെ സംശയം തോന്നിയാൽ പിടിച്ചു കൊണ്ടുപോയി ഉടനെ നേരെ സെൻട്രൽ ജയിലിലേക്ക് അയക്കുകയാണല്ലോ പതിവ്. അങ്ങനെ ആദ്യകാലത്ത് അങ്ങനെ കുറേ ആളുകൾ പോയല്ലോ. അതിൻ്റെ ഒരു ഭീകരാവസ്ഥ. പിന്നെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഇല്ലാതാവുക. സ്വാതന്ത്ര്യം മുഴുവൻ അതിനകത്തൊരു കക്ഷി തന്നെയാണ്. പിന്നെ ഞാൻ ചെത്തൊഴിലാളി യൂണിയന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. ജിനദേവൻ സെക്രട്ടറി. ജിനദേവൻ പിന്നെ വാറണ്ട് വന്ന അവസാനം ഒളിവിൽ പോയി. പിന്നെ ഞാനാണ് പുള്ളിയുടെ ചുമതലയും കൂടെ വഹിക്കേണ്ടി വന്നത്. അത് ആ കാലത്ത് ചെത്തൊഴിലാളികളുടെ ബോണസ് വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടന്നു. മാനേജ്മെന്റുകൾ ഈ അടിയന്തരാവസ്ഥയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അന്ന് DCC പ്രസിഡന്റ് ആയിരുന്നത് ജോസ് കുറ്റ്യാനിയാണ്. കുറ്റ്യാനി അടിയന്തരാവസ്ഥയെ നല്ലതുപോലെ ഉപയോഗിച്ച ഒരു കോൺഗ്രസ്. ഈ കുറ്റ്യാനിയുടെ ഒരു ഭീകരഭരണമായിരുന്നു വാസ്തവത്തിൽ ഇടുക്കിയിൽ. അപ്പോൾ ഈ ചെത്തൊഴിലാളി യൂണിയൻ വളരെ പ്രബലമായി നിൽക്കുന്ന ഒരു കാലവുമാണ്. സംഘടനാ വില കൊണ്ട്, ശക്തി കൊണ്ടും, തൊഴിലാളികളുടെ എണ്ണം കൊണ്ടും എല്ലാം വിധത്തിലും. അപ്പം അന്ന് 18% ബോണസ് ലഭിച്ചുകൊണ്ടിരുന്നതാണ് തലേ വർഷം. അത് പിന്നെ ഈ അവസ്ഥ ഉപയോഗിച്ചിട്ട് കുറച്ചെങ്കിലും ഒന്ന് കുറയ്ക്കണം എന്നൊരു വാശി ചില ഉടമകൾക്കും ഈ കുറ്റ്യാനിക്കും വന്നു. എന്നിട്ട് അതോടുകൂടി യൂണിയനെ ഒന്ന് ക്ഷീണിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നിലവിലുള്ളതൊന്ന് വെട്ടിക്കുറയ്ക്കുക. അടിയന്തരാവസ്ഥയിൽ അത് സാധിക്കും എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി. നമ്മൾ പല്ലും നഖവും ഉപയോഗിച്ച് അതിനെ എതിർക്കാനും തീരുമാനിച്ചു. അങ്ങനെ അടിയന്തരാവസ്ഥയിൽ നോട്ടീസ് കൊടുത്ത്, രേഖാമൂലം നോട്ടീസ് കൊടുത്ത് പണിമുടക്ക് നടത്തിയ ഏക യൂണിയനാണ് നമ്മുടെ തൊഴിലാളികൾ. അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയിൽ വേറെ ഒരിടത്തും നടന്നിട്ടില്ല. അങ്ങനെ ഒരു പണിമുടക്കേ നടന്നുള്ളൂ. അത് ഇവിടെയാണ്. അതിന്റെ നേതാവ് ഞാനായിരുന്നു. അപ്പം നമ്മൾക്ക് പകുതി ഒളിവിൽ പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെയൊക്കെയുള്ള
അടുത്ത ചോദ്യം 1972 ജനുവരി 26 ഇടുക്കി ജില്ല രൂപം കൊള്ളുന്നത്. ഇടുക്കി ജില്ല രൂപപ്പെട്ട അതിന് മുമ്പ് എറണാകുളം ജില്ലയുടെ കീഴിലായിരുന്നു, കോട്ടയം ജില്ലയുടെ കുറച്ച് ഭാഗങ്ങൾ, അങ്ങനെയായിരുന്നു നമ്മുടെ ജില്ല ഇരുന്നിരുന്നത്. 1972 ജനുവരി 26 ശേഷം ഇടുക്കി ജില്ല രൂപപ്പെട്ടപ്പോൾ ഇടുക്കി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് വരുന്നത് ആലപ്പുഴക്കാരനാണ് KK ചെല്ലപ്പൻ, KKCയെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? ഇടുക്കി ജില്ല രൂപീകരിക്കുമ്പോൾ അന്നത്തെ എറണാകുളം ജില്ലയിൽപ്പെട്ട തൊടുപുഴ താലൂക്ക് നിന്നുള്ള 2 BP മുഹമ്മദും ജനദേവനുമായി എറണാകുളം ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. അവരായിരുന്നു ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്നത്. അതെ അതെ അതെ. അപ്പം ആ 2 പേര് ഈ ഇടുക്കി ജില്ല ആദ്യത്തെ കമ്മിറ്റിയിൽ വന്നു. പിന്നെ കോട്ടയം ദേവികുളം ഭാഗം കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നു. ആളുകളും കൂടി ആണ് ആദ്യത്തെ കമ്മിറ്റി. അപ്പം അതിൻ്റെ ഒരു കോർഡിനേഷനും കൂടെയൊക്കെ വേണ്ടി വന്നു ലക്ഷ്യമിട്ടിട്ടാണ് മൂന്നാമതൊരു സ്ഥലത്തുനിന്ന് KK ചെല്ലപ്പനെ സെക്രട്ടറി ആയിട്ട് സംസ്ഥാന കമ്മിറ്റി നിയോഗിക്കുകയാണ് ജില്ലാ സെക്രട്ടറി ആയിട്ട്. അദ്ദേഹം അന്ന് ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രധാന നേതാവായിരുന്നു, ചെറുപ്പക്കാരനായ പ്രവർത്തകനാണ്. 38 വയസ്സവരാണ് വരുന്നത്. അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് പിന്നെ ഒരു 82 വരെ 10 കൊല്ലം ജില്ലാ സെക്രട്ടറി ആയി. പിന്നെ 72 മുതൽ 10 കൊല്ലം 72 അന്ന് ഹൈറേഞ്ചില് ഈ പാർട്ടിയുടെ ഒരു സംഘടനാ അവസ്ഥ എന്ന് പറയുന്നത് തീരെ ദയനീയമായിരുന്നു. കുറെ ആളുകളുണ്ട് പാർട്ടിക്കകത്തുണ്ടെങ്കിൽ ഈ ചിട്ടപ്പടിയുള്ള സംഘടനാ പ്രവർത്തനമൊന്നും അന്ന് നടക്കുന്നില്ലായിരുന്നു. എന്ന് വെച്ചാൽ കോട്ടയമാണല്ലോ കേന്ദ്രം. കോട്ടയത്ത് നിന്ന് ദേവികുളത്തൊക്കെ എത്തി വേണം TK രാമകൃഷ്ണനും ഒക്കെയാണ് ഇടയ്ക്ക് പോകുന്ന ആളുകൾ. അപ്പൊ അങ്ങനെ ഒരു മേൽനോട്ടം അങ്ങ് എത്തുകയില്ലായിരുന്നു. പിന്നെ ഇന്നത്തെ ഹൈറേഞ്ച് അല്ലല്ലോ അന്ന്, യാത്രാ സൗകര്യമില്ല. ഈ പറമ്പിക്കൂടി എങ്ങനെ നടക്കാമെന്ന് വെച്ചാൽ പിന്നെ മുട്ടപ്പം പുഴു കയറും. അതൊക്കെ അത്തരം ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ KKC വന്ന് 12 കൊല്ലം ഈ സംഘടന ഒന്ന് ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് കഠിന ശ്രമം നടത്തി. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അദ്ദേഹം മികച്ചൊരു സംഘാടകനായിരുന്നു ഇല്ലേ? മികച്ച ഒരു സംഘാടകൻ തന്നെയായിരുന്നു. സംഘാടകനായിരുന്നു. പ്രസംഗികനൊന്നും അല്ലെങ്കിൽ പോലും പ്രസംഗിക്കുകയില്ലായിരുന്നല്ലോ. പുള്ളി പ്രസംഗിക്കുകയില്ലായിരുന്നു. പൊതുയോഗത്തിൽ പുള്ളി പ്രസംഗിക്കുകയില്ലായിരുന്നു. ഈ റിപ്പോർട്ടിംഗ് ഒക്കെ നടത്തുള്ളൂ, സംഘടനാ റിപ്പോർട്ടിംഗ് ഒക്കെ നടത്തുള്ളൂ. നിയോഗിക്കപ്പെട്ടു വന്ന ആള് ഒരു കടമ ചെയ്യുന്ന പോലെ. അല്ല, ഞാൻ ഒരു ചോദ്യം അതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ജില്ലാ നേതൃത്വവും ഇന്നത്തെ ജില്ലാ നേതൃത്വവും തമ്മിലുള്ളൊരു വ്യത്യാസം എന്തായിരുന്നു കാതലായിട്ട്? അല്ല, അത് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മള് അന്നത്തെ ഒരു ജില്ല, അന്ന് KKC ഇരിക്കുന്ന കസേരയില് ആരും കയറി ഇരിക്കാറില്ലായിരുന്നു. അല്ല, ആരും കയറി ഇരിക്കാറില്ല. കാരണം KKCയോടുള്ള ബഹുമാനമാണ്. KKC ആരോട് ഇരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് ഇരിക്കാൻ ധൈര്യം കാണിക്കാറില്ല. അത്ര ബഹുമാനം അർഹിച്ച അല്ലെ ബഹുമാനത്തോടെ ആളുകൾ കണ്ട ഒരു ജില്ലാ സെക്രട്ടറി ആയിരുന്നു KKC ഒരു സഖാവിനോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ മതി, വയറ് നിറയുമായിരുന്നു പറഞ്ഞു. അപ്പം അദ്ദേഹം ഇവിടെ 2-3 ടേം ജില്ലാ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് ഈ ജില്ലയിൽ ആളുകളുടെ മനം കവർന്ന നേതാവായിരുന്നു. ആ ജില്ലാ നേതൃത്വം ഇപ്പോഴത്തെ ജില്ലാ നേതൃത്വം തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അത് അങ്ങനെ ഒരു താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഉണ്ട്. അന്ന് പാർട്ടി ഇതിപ്പോ ആ കാലഘട്ടം വേറെ, ഇത് വേറെ, ഇപ്പോഴത്തെ കാലഘട്ടം വേറെ. പക്ഷെ KKC ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ, പാർട്ടി കെട്ടിപ്പടുക്കാൻ ഇല്ലാത്തത് അല്ല തകർന്നു കിടക്കുന്ന ഛിന്ന ഭിന്നമായി കിടക്കുന്നത് കെട്ടിപ്പടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടു വന്ന ഒരു നേതാവാണ് അദ്ദേഹം. ആ ജോലി നന്നായിട്ട് നിർവഹിച്ചു. അതിനകത്ത് പക്ഷം പിടിക്കുകയോ കക്ഷി പിടിക്കുകയോ ഒന്നും ഇല്ലാതെ എല്ലാവരോടും ഒരു അഴിമതിയൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതെ, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ വളരെ ലളിതമായ ജീവിതം. അതിപ്പോ ആദ്യകാലത്ത് കുറെ കാലം തൊടുപുഴ നമ്മുടെ തൊഴിലാളി യൂണിയന്റെ മുകളിലത്തെ ആ ഒരു മുറിയിലായിരുന്നു പുള്ളി കിടന്നുകൊണ്ടിരുന്നത്. അവിടെ ആഫീസും പുള്ളിയുടെ കിടപ്പും അവിടെ ആയിരുന്നല്ലോ. എനിക്ക് വന്ന കാലം മുതൽ പോകുന്ന കാലം വരെ അദ്ദേഹത്തോട് വളരെ അടുത്ത ബന്ധമുണ്ട്. പോയതിന് ശേഷവും ഉണ്ട്. എന്നാന്ന് വെച്ചാൽ പോയതിന് ശേഷം ചെത്തു തൊഴിലാളി ഫെഡറേഷന്റെ സെക്രട്ടറി ആയി സംസ്ഥാന സെക്രട്ടറി KKC.
ഞാൻ അതിൻ്റെ സംസ്ഥാനത്തെ ജോയിന്റ് സെക്രട്ടറി ആയി. അങ്ങനെ ഒരു കുറെ കാലം പുള്ളിയായിട്ട് ഇടപെടാൻ വീണ്ടും അവസരം ഉണ്ടായി. പ്രവർത്തിക്കും. ഞാൻ മാത്രമല്ല, പിന്നെ വേറെ ആളുകളും ഉണ്ടായിരുന്നു ജോയിന്റ് സെക്രട്ടറി. ഒരാളല്ല ജോയിന്റ് സെക്രട്ടറി, ഞാനുണ്ടായിരുന്നു. TP രാമകൃഷ്ണൻ കോഴിക്കോട്ടെ ഇപ്പോഴത്തെ ഇടതുപക്ഷ മുന്നണി കൺവീനർ ഉണ്ടായിരുന്നു, വാസവനുണ്ടായിരുന്നു, അങ്ങനെയുള്ള ആളുകൾ. പിന്നെ ഞാൻ പിന്നെ ട്രഷററായി. അങ്ങനെ അവിടെയും പിന്നെ KKC ആയിട്ട് അടുത്ത് ഇടപെടേണ്ടതായിട്ടും പ്രവർത്തിക്കേണ്ടതായിട്ടും വന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റത്തിൽ മുമ്പേ പറഞ്ഞതുപോലെ കാണുന്നതേ ചോദിക്കും, ഭക്ഷണം വല്ലതും കഴിച്ചോ ചോദിക്കും. ചോദിക്കുമ്പോൾ ഭക്ഷണം മേടിച്ച് തന്നില്ലെങ്കിലും നമ്മുടെ വയറ് നിറയും. അങ്ങനത്തെയൊക്കെ ഒരു 2016 ഒന്നാം പിണറായി സർക്കാരിനെയും 2021 രണ്ടാം പിണറായി സർക്കാരിനെയും എങ്ങനെ കാണുന്നു? അത് നമ്മൾ പിന്നെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് തന്നെ LDF വരും എല്ലാം ശരിയാവും ഇല്ലേ? അതാ മുദ്രാവാക്യം. LDF വരും എല്ലാം ശരിയാവും എന്നൊരു ശ്ലോകം വെച്ചിട്ടില്ല ഇല്ലേ? അത് ഏതാണ്ട് യാഥാർത്ഥ്യമായി എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന തരത്തിലാണ് ഭരണ നടപടികൾ മുമ്പോട്ട് പോയത്. എല്ലാം പ്രതീക്ഷ ആ പ്രതീക്ഷ സഫലമാകുന്ന തരത്തിലാണ് പോയത്. ഓരോ വകുപ്പിൻ്റെയും ഓരോ വകുപ്പിലെ മന്ത്രിമാരുടെയും എല്ലാം പ്രവർത്തനം ജനങ്ങൾക്കും എതിരാളികൾക്ക് പോലും ആക്ഷേപമില്ലാത്ത വിധത്തിലാണ് മുമ്പോട്ട് പോയത്. അപ്പോൾ അത് ആ ഗവൺമെൻറ് ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ രണ്ടാം ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഗുണം അതിനില്ലാതെ പോയി എന്നാണ് എൻ്റെ നിരീക്ഷണം. അതായത് ഒന്നാം ഗവൺമെൻറ്റിൽ നല്ല പെർഫോമൻസ് നടത്തി എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന മന്ത്രിമാരൊന്നും രണ്ടാം ഗവൺമെന്റിൽ വന്നില്ല. അതൊരു പോരായ്മയായിരുന്നു ഇല്ലാതെ. അപ്പൊ അവരെ മാറ്റി നിർത്തിയതിനൊരു ന്യായം പറയാനില്ലാതെ വന്നു. ജനങ്ങൾക്കത് തീരെ സ്വീകാര്യമല്ലാതെ വന്നു. ഓരോരുത്തരുടെ മനസ്സിൽ വരുന്നത് അങ്ങനെയാണ്. അഭിപ്രായങ്ങളുണ്ട്. വലിയ ഭൂരിപക്ഷത്തിന് റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ച ശൈലജ ടീച്ചർ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറുമാണെന്ന് വിചാരിക്കണം. മന്ത്രിസഭയിലില്ല. അതാണ് പാർട്ടി നേതൃത്വത്തിലുള്ള ആളുകളെ പിന്നെ തഴഞ്ഞു. അത് ബോധപൂർവം തഴഞ്ഞാണെന്ന് തഴഞ്ഞതാണെന്ന് വേണോ ബോധപൂർവമാണോ എന്തായാലും ഇല്ലാതെ വന്നു. അത് ജനങ്ങൾക്ക് സ്വീകാര്യമായില്ല. അതാണ് ജനങ്ങൾക്ക് സ്വീകാര്യമായില്ല. അങ്ങനെ ഓരോ കൊച്ചു കൊച്ചു സംഭവങ്ങൾ ആദ്യം മുതലേ തുടക്കം മുതലേ തുടക്കത്തിലെ കല്ല് കടിച്ചെന്ന് പറഞ്ഞാൽ ഉള്ള ഒരു സംഭവം ഉണ്ടായി. രണ്ടാമത് അതിനെ പെരുപ്പിക്കുന്ന തരത്തിലുള്ള വേറൊരു കാര്യമുണ്ട്. 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ വെച്ച മാനിഫെസ്റ്റോ പ്രകടന പത്രികയില് 99% കാര്യങ്ങളും 2026 നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും തോറ്റു എന്നുള്ളിടത്തല്ല, വളരെ ദയനീയമായിട്ട് തോറ്റു എന്നുള്ളതാണ്. 45% വോട്ടിൽ നിന്നും 37% മാറി. അത് ഒന്ന് ഇത്തരം കാര്യങ്ങളുണ്ട്. രണ്ട്, ഈ തുടർ ഭരണം ഉണ്ടാകുമെന്നുള്ള അതിശക്തമായ പ്രചരണം എതിരാളികളെ വല്ലാതെ വേവലാതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഒരു ഭരണം കൂടി കിട്ടാതെ പോയല്ലേ? ഇപ്പൊ നമ്മള് വേണേ അന്നത്തെ പത്രങ്ങൾ എടുത്തത് ദേശാഭിമാനി എടുത്ത രാവിലെ സെക്രട്ടറിയുടെ പ്രസ്താവന വരുമ്പം തുടർ ഭരണം ഉറപ്പ് എന്ന് പറയുമ്പോൾ ആ തുടർഭരണം ഉറപ്പാക്കാൻ ബാധ്യസ്ഥനായ എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന അതേ വികാരം ചിന്ത എന്താ? ഉറപ്പാണല്ലോ, ഇനിയിപ്പോ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഉറപ്പാന്ന് സെക്രട്ടറി പറയുക. അതൊന്ന് അതുണ്ടാക്കുന്ന ഒരു അതിന് നിസ്സംഗത നമ്മൾ വരുന്നില്ലേ, ആളുകൾ ഉത്സാഹമില്ല. എതിരാളിയെ ഭയപ്പെടുത്തുന്നത്, എതിരാളി ജാഗരൂകരാകുന്നു ഉറപ്പൊന്നും സെക്രട്ടറി പറയുകയാണെങ്കിൽ ഇത് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആള് അവരൊന്ന് കഠിനമായ അതിനു വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കും. അതുപോലെ പിന്നെ ഈ അത് രഹസ്യം കുറച്ചൊരു ഒതുങ്ങി നടന്ന ക്യാമ്പയിനാന്ന് തോന്നുന്നു. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയില് അവർക്ക് ഭരണമില്ലാതെ പോവുകയാണെങ്കിൽ ഇനി ഒരു 15 കൊല്ലം കൂടെ പോയാൽ തീർന്നു എന്നുള്ളൊരു ചിന്ത വന്നിട്ട് എങ്ങനെയും ഗവൺമെന്റിനെ മാറ്റണം എന്നുള്ളൊരു ചിന്ത ആ സമുദായത്തിലാകെ ഉണ്ടായി. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല.
ഇതിനു മുമ്പ് പിന്നിപ്പോ വന്ന കാന്തപുരം എതിര് പറയും, സമസ്ത എതിര് പറയും, എന്തെങ്കിലും ഒരു ഭിന്നത കാണും. ഇത്തവണ ഭിന്നതയൊന്നും ഇല്ലാതെ അവര് ഏകീകരിച്ചു, ശാന്തമായി ഏകീകരിച്ചു. അവർക്ക് ബി ജെ പിയുടെ ചെറിയ സഹായം കിട്ടും. ചെറിയ സഹായം നല്ല രീതിയിൽ ബി ജെ പിയുമായിട്ടൊരു ധാരണ. ബി ജെ പിയോടുള്ള എതിർപ്പും, പക്ഷെ ബി ജെ പി ഇല്ലെങ്കിൽ 3 സീറ്റിലൊക്കെ ബി ജെ പി ജയിക്കണമെങ്കിൽ 3 സീറ്റ് ജയിച്ചല്ലോ, 3 സീറ്റിൽ ജയിച്ചു അവര്. അതെ. അപ്പൊ അവരുമായി ഒരു ധാരണ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ധാരണ എന്ന് പറയുന്നത് ചില യു ഡി എഫിന് ചില ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ സഹായം മേടിക്കുകയും, പക്ഷെ കണക്കിലത് പ്രകടമല്ല കേട്ടോ. അത് വേറെ കാര്യം. കണക്കിൽ ബി ജെ പിയുടെ വോട്ട് കൂടുകയും ചെയ്തത്, കുറഞ്ഞിട്ടില്ല കേരളത്തിൽ മൊത്തം. അല്ല, ബി ജെ പി പിന്നെ ഈ നിയമത്ത് ചിലപ്പോ ബി ജെ പി കുറച്ച് വോട്ടൊക്കെ പണം കൊടുത്ത് മേടിച്ചിട്ടുണ്ടാവും, ഉണ്ടാവുമെന്നാണ് ശിവൻകുട്ടിയും പറഞ്ഞേക്കുന്നത്. അതിന് കുറച്ച് വോട്ടല്ലാതെ അതൊരു ഡീലിംഗ് ഒന്നും പറയാൻ പറ്റിയല്ല. ഇയാൾ ഭയങ്കര പണക്കാരനല്ലേ, അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ബി ജെ പിയുടെ പൊതുസ്ഥിതി എന്ന് പറയുന്നത് വോട്ട് കുറയാണല്ലോ ഇതെല്ലാം നടന്നു. അല്ല, കേരളത്തിൽ അവരുടെ 12% 14% 2% കൂടി വോട്ട് കൂടുകയത് കേരളത്തിൽ മൊത്തത്തിൽ കണക്ക് നോക്കുമ്പോൾ കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ബി ജെ പിക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. ബി ജെ പിക്ക് നേരിയ വോട്ട് ശതമാനം കൂടുതലാണ്. അവരുടെ ബി ജെ പിക്ക് 11.something വോട്ടായിരുന്നു 2021 2024 നേരിയ വോട്ട് കൂടുക ചെയ്തത്, വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ മൊത്തം പാർലമെന്റ് തെരഞ്ഞെടുപ്പുണ്ടായിരുന്ന ഒരു 18-19% താഴെ പോയി. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ വോട്ടിംഗ് ശതമാനം വളരെ കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ അടിസ്ഥാന വോട്ടായ 15% അടുത്തൊന്നും അല്ല ബി ജെ പിയുടെ വോട്ട്. പക്ഷെ അത് മൊത്തത്തിലുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഡീൽ നടന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. ഇപ്പം അവർ യു ഡി എഫ് ഫോക്കസ് ചെയ്തത് പിണറായി വിജയനായിരുന്നു. പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ധിക്കാരം പറഞ്ഞു. പിണറായി വിജയന്റെ ഹോർഡിങ്ങുകൾ അവിടെ വരുന്നു. അങ്ങനെ പിണറായി വിജയനെ കേന്ദ്രീകരിച്ചിട്ടുണ്ടാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. കാരണം തലയാണല്ലോ ആദ്യം തകർക്കേണ്ടത് എന്ന ഒരു ചിന്താഗതിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതൊരു യുദ്ധമാണ്. എന്ന് പറഞ്ഞാൽ ഇത് വാളെടുത്ത് അല്ലെങ്കിൽ തോക്കെടുത്ത് യുദ്ധം ചെയ്യുന്ന യുദ്ധമല്ല, ഇതൊരു രാഷ്ട്രീയ പോരാട്ടവും രാഷ്ട്രീയ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ തന്ത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. എൻ്റെ ഒരു സംശയമാണ്, പിണറായി വിജയനെ മാറ്റി നിർത്തിയിട്ട് വളരെ ജനകീയമായി നിന്ന ശൈലജ ടീച്ചറിനെ കൊണ്ടുവന്ന് ഒന്ന് പ്രൊജക്റ്റ് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്ന് പ്രൊജക്റ്റ് ചെയ്തായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മുന്നണിക്ക് വീണ്ടും അധികാരം വരാൻ പറ്റുമെന്നാണ് മുന്നണിക്ക്. എന്താണ് പറഞ്ഞതിൻ്റെ അഭിപ്രായം? 2 അർത്ഥമുള്ളതിന് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഒന്നാം ഗവൺമെന്റ് 2ാം ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മാറ്റി നിർത്തിയ ചില മന്ത്രിമാരെ ഉണ്ടല്ലോ അന്ന്, അവരെ കൊണ്ട് ഈ അവസാനം ഉൾപ്പെടുത്തിയാൽ ആ ഗുണം കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല. നേരെ അവരെ മാറ്റരുതായിരുന്നു, അതാണ് പ്രശ്നം. ശൈലജ തുടരണമായിരുന്നു. ഒരു കേവല നീതിയാണ്. നമ്മളൊരു മത്സരത്തിന് പോകുന്നു, ആ മത്സരത്തിൽ പോകുന്നു, പന്ത് കളിക്കാൻ പോകുന്നു, നന്നായിട്ട് പെർഫോം ചെയ്ത ആൾ അടുത്ത പ്രാവശ്യം ടീമിലില്ല എന്ന് പറയുമ്പോൾ കളി കണ്ട് ഇരിക്കുന്ന ആൾക്ക് എന്ത് തോന്നുന്നു? അത് ശരിയാണ്. എന്ത് തോന്നുന്നു? അവർക്ക് തോന്നുന്നു എന്ത് തോന്നുന്നു? ഗാലറി പൊളിച്ച കളഞ്ഞു പോകും. ഗാലറി പൊളിച്ച കളഞ്ഞു പോകും. അതാണ് ഇപ്പൊ മെസ്സി ഇല്ലാത്തൊരു അർജന്റീൻ ടീം അതാ പ്രധാനപ്പെട്ട കളിക്കാരൻ ഉണ്ടാവണം. അതാണ് അതിന്റെ കാര്യം. എന്ന് പറഞ്ഞ ഒരു നീതീകരണം ഇല്ലാതെ പോകുന്നു ഈ മാറ്റുന്നതിന്. എന്തിനാ മാറ്റിയതിന് വരുന്നത്? 2 പ്രാവശ്യം പുതിയ മുഖങ്ങളെ പരീക്ഷിക്കാനാണ്. ഞാനൊരു പരീക്ഷണശാലയാണോ ഇത്? ഒരിക്കലും അങ്ങനെയല്ല. ജയിക്കേണ്ടത് സമൂഹത്തിന്റെ പൊതു ആവശ്യമാണ്, അല്ല പാർട്ടിയുടെ സ്വകാര്യ ആവശ്യമല്ല, മന്ത്രിമാരുടെയോ സ്ഥാനാർത്ഥികളുടെയോ ആവശ്യമല്ല, പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. ഇപ്പൊ കേരളത്തിലെ പാവങ്ങൾക്കാണ് നഷ്ടം വന്നിരിക്കുന്നത്. ഇപ്പൊ ആര് സമാധാനം പറയും? പാർട്ടി തോറ്റു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? പാർട്ടി അല്ല തോറ്റത്, പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങളാ തോറ്റത്. അവരുടെ പ്രതീക്ഷയായിരുന്നു ഈ ഗവൺമെന്റ്, അത് ഇല്ലാതായി. അപ്പൊ അതിനിടയാക്കിയ സംഭവങ്ങൾ പരിശോധിച്ച് തിരുത്തുക എന്നുള്ളതാണ്. പിന്നെ വിവാദപരമായ കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ ഈ 2 കൊല്ലമായ മാറ്റി നിർത്തണം എന്നൊക്കെയുള്ള സിദ്ധാന്തം ശരിയാണോ എന്നൊക്കെ ചോദിച്ചാൽ ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ 75 വയസ്സ് കഴിഞ്ഞത് പിന്നെ പരിഗണിക്കാവുന്ന.
ആ 75 എന്നുള്ളത് കൃത്യം പിടിക്കുക 75 ഒരു മാസമായി. ഉടനെ അങ്ങനെ അത് എടുക്കുന്നതിലും അർത്ഥമില്ല. അതിനകത്തൊരു ഗുഡ് സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പ്രായമായാലും കഴിവ് കുറഞ്ഞവരും മാറി നിൽക്കുക. പ്രായമായെങ്കിലും കഴിവുള്ളവർ നിൽക്കട്ടെ എന്നും വിചാരിക്കുന്നത് തെറ്റില്ല. 96 വയസ്സിലാണല്ലോ ജ്യോതി ബസു മന്ത്രി വരുന്നത് ഇല്ലേ? അതുപോലെ മുഖ്യമന്ത്രിയായിരുന്നു. നിർഭൻ ചക്രവർത്തി 94 വയസ്സ് വരെ അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. അല്ല, പ്രാപ്തിയുള്ളവരുടെ പ്രായം നോക്കിയിട്ട് കാര്യമില്ല. പ്രാപ്തിയാണ് പ്രശ്നം അവിടെ. അതാ പറഞ്ഞേ, ജനങ്ങൾക്ക് അവരെ വേണമെങ്കിൽ അത് അവര് നിൽക്കേണ്ടത് ആവശ്യമാണെങ്കിൽ ഈ 94-ാമത്തെ 96-ാമത്തെ വയസ്സിലല്ലേ ജ്യോതി ബസുവിനോട് പിന്നെ മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രി പദവി ഏറ്റെടുക്കാൻ പറഞ്ഞത് അല്ലേ? ഓർക്കുന്നില്ല? ആ, അപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അത് ബ്ലണ്ടറായി പോയി എന്ന് പിന്നീട് വിലയിരുത്തപ്പെടുകയും ചെയ്തു. പ്രധാനമന്ത്രിയാൻ പറഞ്ഞ ആ പ്രായത്തിൽ. അല്ലല്ല, EMS പോലും ഏത് പ്രായത്തിലാണ് പാർട്ടി പ്രവർത്തനം നിർത്തുന്നത്? പാർട്ടി പ്രവർത്തനം നിർത്തിയില്ലല്ലോ EMS. അതൊക്കെ അങ്ങനെ അതൊക്കെ അങ്ങനെയാണ്. അപ്പൊ എന്റെ അടുത്ത ചോദ്യം, പാർട്ടി ഇടതുമുന്നണി ഇത്തവണ തോക്കുവാനുണ്ടായ കാരണങ്ങളിൽ ഒരു കാരണം ജനങ്ങൾ പറഞ്ഞു കേൾക്കേണ്ട കാര്യം, ഇത്തവണ ഇടതുമുന്നണി തോക്കുവാനുണ്ടായ കാരണങ്ങളിൽ ഒരു കാരണം ജനങ്ങൾ പറയുന്ന ഞാൻ കേട്ട കാരണങ്ങളിൽ ഒന്ന് പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ്. പാർട്ടിയുടെ നേതാക്കന്മാർ, അത് കേൾക്കണം, പാർട്ടിയുടെ നേതാക്കന്മാർ എല്ലാവരും ഇല്ല, അവരിൽ ഒരു ന്യൂനപക്ഷം പാർട്ടിയെ ഉപയോഗിച്ച് സമ്പന്നന്മാരായി എന്നുള്ള ആക്ഷേപമുണ്ട്. പാർട്ടി നേതാക്കന്മാർ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി. 2, പാർട്ടിയുടെ നേതാക്കന്മാരിൽ ഒരു വിഭാഗം, വളരെ മൈനോറിറ്റി, ന്യൂനപക്ഷം പാർട്ടിയെ ഉപയോഗിച്ച് സമ്പന്നരായി എന്നുള്ള ആക്ഷേപമുണ്ട്. 3-ാമത്തെ കാര്യം, പാർട്ടി കമ്മിറ്റികളിൽ നടന്നു വരുന്ന വിമർശനവും സ്വയം വിമർശനവും ഇല്ലാതായി. 4-ാമത്തെ കാര്യം, ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ജില്ലാ കമ്മിറ്റി ആണെങ്കിലും ഏരിയ കമ്മിറ്റി ആണെങ്കിലും ലോക്കൽ കമ്മിറ്റി ആണെങ്കിലും അതിന്റെ സെക്രട്ടറിയെ പിന്താങ്ങുന്ന ആളുകൾ മാത്രമേ ആ കമ്മിറ്റികൾ ഇപ്പോൾ വരുന്നുള്ളൂ. അതും വലിയ കുഴപ്പമാണ്. എന്ന് പറഞ്ഞാൽ വലതു വ്യതിയാനം എന്ന് പറയുന്ന ഒരു സംഭവം അത് പാടില്ലാത്ത, ഇടതുപക്ഷ തീവ്രവാദത്തെയും വലതു വ്യതിയാനത്തെയും എതിർത്തുകൊണ്ട് മാത്രമേ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, വലതു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൽ വലതു വ്യതിയാനം എന്ന് പറയുന്ന ചർച്ച ചെയ്യപ്പെടുന്നില്ല, വിമർശനമില്ല, ചില നേതാക്കന്മാരെ ചുറ്റിപ്പറ്റി രാഷ്ട്രീയം പോകുന്നു. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അപജയത്തിന് കാരണമായില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇതെല്ലാം ഏറിയും പിന്നെ കുറഞ്ഞും ശരിയാണ്, സംഭവിച്ചിട്ടുള്ളതാണ്. അത് ഇപ്പോ ജനങ്ങളിൽ നിന്നകന്നു പോയി എന്ന് പറയുന്നത് ശരിയാണ്. അറിഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഥമ ഘടകം എന്ന് പറയുന്നത് ബ്രാഞ്ചാണ്. ഈ ബ്രാഞ്ചിലെ അംഗങ്ങളാണ് വാസ്തവത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അതിന് മുകളിലുള്ളവർ അങ്ങനെ ബന്ധപ്പെടുന്നില്ല. പിന്നെ ബ്രാഞ്ച് അംഗങ്ങൾക്ക് അവൻ്റെ ഒരു പ്രവർത്തന മേഖലയിൽ ജനങ്ങളെ ആയിട്ട് നല്ല നിരന്തര ബന്ധം വേണം. അങ്ങനെയാണ് വേണ്ടത്. നിരന്തര ബന്ധം. എണ്ണിപ്പിടിക്കാന്ന് പറയും പണ്ടൊക്കെ. നമ്മുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് എണ്ണിപ്പിടിക്കുക. ഓരോരുത്തരും 50 പേരുണ്ടായിരുന്നു, അത് 2 പേരെ കൂടെ കിട്ടിക്കിട്ടോ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ചർച്ച പോകുന്ന തരത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പോൾ എത്ര പേരെ ഉണ്ടെന്നും അറിയത്തില്ല. അങ്ങനെ ആ നിലയ്ക്ക് ബന്ധമാകുന്നു പോയി. ജീവിത സാഹചര്യം മാറിയതുകൊണ്ട് ബ്രാഞ്ചിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ തൊഴിൽ സാഹചര്യമൊക്കെ ഈ പ്രവർത്തനം നന്നായിട്ട് നടത്തുന്നതിന് പര്യാപ്തമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. അതുകൊണ്ട് അവരുടെ വ്യക്തിപരമായ ഒരു കുറ്റമായി അതിനെ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ സാഹചര്യം അതുകൊണ്ട് അകന്നുപോയി എന്ന് പറയുന്ന, അതുകൊണ്ട് തന്നെ അതിന് മുകളിലേക്ക് പറഞ്ഞ പിന്നെ താങ്കൾ ഉന്നയിച്ച ഞങ്ങളൊക്കെ കൂടാൻ ഇടയാക്കിയിട്ടുണ്ട്. അല്ല, ശരിക്കും കൂടിയിട്ടുണ്ടല്ലോ, കാരണം ഈ വലതു വ്യതിയാനം ശരിക്കും വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങളിൽ നിന്ന് പാർട്ടിയാകുന്നത്, പാർട്ടിയിൽ നിന്ന് ജനമാകുന്നത്. ഇത് രണ്ടും സംഭവിച്ചാകുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിന് പരിഹാരം, റെമഡി എന്താണ്? പരിഹാരം എന്താണ്? വീണ്ടും പഴയ പോലെ ജനങ്ങളിലേക്ക് ഈ പാർട്ടി, കാരണം ജനങ്ങളുടെ ആകെ പ്രതീക്ഷയാണ് ഇടതുപക്ഷം. ഇന്ത്യയിലെ ജനങ്ങളുടെ ആകെ പ്രതീക്ഷയാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ. ഇടതുപക്ഷം നശിക്കുക എന്ന് പറഞ്ഞാൽ കേരളം നശിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അതിനെന്ത് പരിഹാരമാണ് കുമാരൻചാണ്ട് പറയാനുള്ളത്? കുമാരൻചാണ്ട് അതിന് എന്ത് പരിഹാരമാണ് ഇപ്പൊ ഉണ്ടാകുന്ന ഈ വലതു വ്യതിയാനം എന്ന് പറയുന്നത്? പാർട്ടി ആകെ പിന്നെ തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ തിരുത്തി ഈ പിന്നെ തത്വശാസ്ത്രപരമായ ഒരു പഠനത്തിന്റെ പോരായ്മയും ഉണ്ട് ഇപ്പോ നിലവിലെ.
ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന് ബ്രാക്കറ്റിൽ എഴുതി വെച്ചുകൊണ്ട് പാർട്ടി മാർക്സിസ്റ്റ് ആകാൻ അങ്ങനെയാവുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആവുന്നില്ല. അംഗങ്ങൾ പിന്നെ മാർക്സിസം പഠിക്കണം, അത് വേണം. കുറച്ചെങ്കിലും. അത് ഉണ്ടെങ്കിൽ മാർക്സിസം പഠിക്കാൻ മാർക്സിസം എന്ന് പറഞ്ഞാൽ ഒരു തത്വശാസ്ത്രമാണ്. അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊന്നും ആളുകൾ ശ്രമിക്കാറില്ല. അത് കുറച്ച് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനിത് ആദ്യം മുതൽ കുറച്ച് ശ്രമിച്ചിട്ടുള്ളയാളാണ്. ഞാൻ ആദ്യകാലത്ത് പിന്നെ ഈ മാർക്സിയം ഇന്ത്യയിലൊരു കമ്മ്യൂണിസ്റ്റ് ചിന്തകനുണ്ടായിരുന്നു. ഇപ്പോൾ ആരും അത് അദ്ദേഹത്തെ അറിയോ പോലും കേട്ടിട്ടുണ്ടെന്ന് പോലും, രാഹുൽ സാങ്കൃത്യായ എന്ന് പറയും. എവിടെയുള്ള ആള്? യു പിക്കാരനായിരുന്നു. ശരി. രാഹുൽ സാങ്കൃത്യായ വലിയ മാർക്സിസ്റ്റ് ചിന്തകനാണ്. അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോ വോൾഗ മുതൽ ഗംഗ വരെ, പാർട്ടി കോമ്രേഡ്, പിന്നെ ഈ സമൂഹത്തിന്റെ വളർച്ച, വികാസം തുടങ്ങിയ മാർക്സിസ്റ്റ് വിശകലനത്തിൽ കൈകാര്യം ചെയ്യുന്ന സാമൂഹ്യ രേഖ എന്ന് പറയുന്ന പുസ്തകം ഞാൻ ആദ്യം വായിച്ചിട്ടുള്ള പുസ്തകം അതാണ്. ശരി. മാർക്സിസ്റ്റ് ഗ്രന്ഥം സാമൂഹ്യ രേഖ. അപ്പൊ സാമൂഹ്യ രേഖ പിന്നെ ഞാനത് ആവർത്തിച്ച് വായിച്ചിട്ട് ഇപ്പോഴും എന്റെ കയ്യിൽ പുസ്തകമാണ്. സാമൂഹ്യ രേഖ, രാഹുൽ സാങ്കൃത്യായന്റെ. ഇന്നത്തെ സമൂഹം പ്രാകൃത കമ്മ്യൂണിസം മുതലുള്ള സമൂഹത്തിന്റെ വളർച്ച പടിപടിയായി വിശദീകരിക്കുന്നതാണ്. എങ്ങനെ മതം വളർന്നു, വിശ്വാസം വളർന്നു തുടങ്ങിയിട്ടുള്ള ഇത് നല്ലതുപോലെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മള് ഭൗതികവാദിയാവും. മനസ്സിലായോ? അത് പഠിക്കാതെ ഭൗതികവാദി ആകാൻ സാധിക്കുകയില്ല. അപ്പൊ നമ്മുടെ മനസ്സുറയ്ക്കും. ദൈവം എങ്ങനെ ഉണ്ടായി എന്ന് അതിനകത്ത് പറയണുണ്ട്, ശിവലിംഗം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്, ശിവലിംഗം എങ്ങനെയാ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്, അതിന്റെ ആധാരമായ കാര്യം എന്ന് പറയുന്നുണ്ട്, എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പടിപടിയായ മനുഷ്യന്റെ വളർച്ച പ്രതിപാദിക്കുക, അതാണ് സാമൂഹ്യ രേഖ. പിന്നെ വിശ്വരേഖ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ചില ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു ഭൗതികവാദിയാകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയ്ക്ക് നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ വൈരുദ്ധ്യാത്മകമായി വിശകലനം ചെയ്യാൻ നമുക്ക് കഴിയണം. ഏത് പ്രശ്നങ്ങളും വൈരുദ്ധ്യമുണ്ടല്ലോ അല്ലേ? എല്ലാത്തിലും ഉണ്ട്, സകലത്തിലും. ഭാര്യയും ഭർത്താവും തമ്മിൽ എൻ്റെ അടുത്ത് ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ടുണ്ട് പലരും. വഴക്കാ, എന്നാ പരിഹാരം എന്ന് ചോദിച്ചാൽ ഉടനെ അത് നിങ്ങൾ അത് ചെയ്താൽ മതി, ഇത് ചെയ്താന്ന് പറയല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അവരുടെ വഴക്കിന്റെ അടിസ്ഥാനം എന്നാന്ന് മനസ്സിലാക്കുന്നത്. അടിസ്ഥാനം മനസ്സിലാക്കണം, എന്നിട്ട് പരിഹാരം ചികിത്സ ശരിയാ. ഇതൊന്നും ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ പോരാ. അതങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, അത് സുഖപ്പെടില്ലാണ്. അപ്പൊ അങ്ങനെ വിശകലനം ചെയ്യാൻ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ശേഷി ഉണ്ടാകും. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ വിഷയത്തിലും ഇങ്ങനെ വിശകലനം ചെയ്യും. അത് പുറത്ത് പറയണമെന്നൊന്നുമില്ല, നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളെ വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതെ നമ്മൾ മരുന്ന് കുറിക്കുന്ന മാതിരി. അപ്പോൾ അത് ഇന്ന് തന്നെ എന്ന് തന്നെ നമ്മൾ ഇന്ന് ചികിത്സ എന്ന് പറയുന്നതിൽ ആ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം ഈ വിശകലന രീതി വേണം, അത് ഉള്ളിൽ വേണം. രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും അത് വേണം. അത് ചെയ്യുന്ന കാര്യത്തിൽ EMS നമ്മൾ ഒരുപാട് ഒരു വല്ലാത്ത സാമർഥ്യം കാണിച്ചിട്ടുള്ളയാളാണ്. സാമൂഹിക രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളെ വിശകലനം ചെയ്ത് കീറി പൊറിച്ച് അതിലൊരു പക്ഷം പിടിച്ച് ഒരു പക്ഷത്തിന് വേണ്ടി വാദിച്ച് നമ്മളെപ്പോഴും പക്ഷക്കാരനായിരിക്കണം. കമ്മ്യൂണിസ്റ്റ് എപ്പോഴും പക്ഷത്തിന് വിട്ടു കൊടുക്കുന്നതാണ്, വേണ്ടി ഒരു പക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നതാണ്. അതാ പറഞ്ഞ പക്ഷം ബാധിച്ച് ഒരു പക്ഷത്തിന്റെ കൂടെ നിന്ന് തർക്കം വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ EMS സ്വയം അവതരിപ്പിച്ചിട്ട് തർക്കിച്ചിട്ടുണ്ട്. ഇല്ലേ? ശരീഅത്ത് നിയമം സംബന്ധിച്ച് ഒരു ചർച്ചയില്ലാതിരുന്ന ഒരു കാലത്ത്, തണുത്തിരുന്ന ഒരു കാലത്ത് ഇർഫാൻ ഹബീബിന്റെ ഒരു വിഷയമാണ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് ചർച്ച ചെയ്ത് അവസാനം കേരളം മുഴുവൻ ഒരു മാസം ചർച്ച ചെയ്തു, ഒരു മാസത്തോളം. അത് കഴിഞ്ഞിട്ട് കേരളം മുഴുവൻ പിന്നെ
അതിന് പറ്റിയ ആളുകളെ കൊണ്ടൊന്ന് പ്രസംഗിച്ച് ഈ കാഞ്ഞാറ്റി കൊണ്ടുവന്ന് ജ്ഞാനോപദേശം നടത്തിയിട്ടുണ്ട്. അതെ അതെ ഞാനിവിടെ സെക്രട്ടറി ആയിട്ടിരുന്നത് തിരുവനന്തപുരംകാരി ഒരു അമ്മാള് എല്ലാ കഴക്കൂട്ടത്ത് നബീസാവുമാളിനെ കാഞ്ഞാറ് കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ മുസ്ലിം ഏരിയ ആയിരുന്നു, മുസ്ലിം സ്ഥാനാർത്ഥി വന്നതെന്ന് പ്രസംഗിച്ചു. തൊടുപുഴ ടി കെ ഹംസ വന്നതെന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, ഇമ്പിച്ചി ബാബ വന്നതെന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അതിന് പറ്റിയ ആളുകളൊക്കെ തന്നെ പ്രസംഗിപ്പിച്ചിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ആ വിഷയം ഇല്ലാത്ത വിഷയം സമൂഹത്തിലേക്ക് എടുത്തെറിഞ്ഞിട്ട് അതെ പിടിച്ചിട്ട് അതിൻ്റെ ഒരു പക്ഷം പിടിച്ചിട്ട് ചിലർക്ക് വഴക്കൊക്കെ വരെ ഉണ്ടായിട്ടുണ്ട്. അല്ല, അന്ന് ലീഗുകാര് EMS ശരീരത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം എടുത്തിട്ടപ്പോ ലീഗുകാര് വിളിച്ചൊരു മുദ്രാവാക്യമാണ് 8ഉം 10ഉം പെണ്ണിനെ EMSന്റെ ഭാര്യയും കിട്ടുമെന്ന് പറഞ്ഞ മുദ്രാവാക്യം സജീവമായിട്ടാണ് ഞാൻ പറഞ്ഞ EMS കാര്യത്തിൽ വളരെ സജീവമായ വിഷയം. അങ്ങനെ പിന്നെ പറഞ്ഞ് പിന്നെ വഴക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. സഖാവിന്റെ ജീവിത കാലഘട്ടത്തിൽ സഖാവ് കേട്ടിട്ടുള്ള ഏറ്റവും നല്ല പ്രസംഗം, ഞാനിത് എല്ലാവരും രാഷ്ട്രീയക്കാരും എല്ലാം ചോദിക്കുന്ന ചോദ്യം, വെറുതെ ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ഒരു എന്താ പറയുന്നത്, ഒരു ജിജ്ഞാസ കൊണ്ട് ചോദിക്കുന്നതാണ്. ഏറ്റവും നല്ല പ്രസംഗം ആരുടേതാണ്? നല്ല പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ലത് പിന്നെ പലരുടെ ഒരുപാട് പേരുണ്ട്. അതിലൊരാള് എന്നാലും മനസ്സിൽ തങ്ങിയിട്ടുള്ള ഒരു പ്രസംഗമാണ് ഡോക്ടർ PK സുകുമാരൻ. അദ്ദേഹം കൊല്ലംകാരനാണ്. കൊല്ലം 3-ാം കുറ്റി താമസിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം 1965 നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിലിൽ കിടന്നത് പിന്നെ ഇവിടെ കൃഷ്ണപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നു. കായംകുളം, ഇപ്പോഴത്തെ കായംകുളം സ്ഥാനാർത്ഥിയായിരുന്നു. ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ച ആളാണ്. MLA ആയി, പിന്നീട് MLA ആയി. അന്ന് 65-ലെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയല്ലോ. അസാധുവാക്കി. പിന്നെ 67-ലാണ് പിന്നെ രാഷ്ട്രപതി ഭരണം. പിന്നെ 67 ഒരു വാഗ്മിയായിരുന്നു അദ്ദേഹം. സപ്തകക്ഷി മുന്നണിയായിരുന്നു 67. ഈ സുകുമാരൻ നല്ലതെന്ന് ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു നല്ല പ്രസംഗകനായിരുന്നു. ആ കല കൈകാര്യം ചെയ്യുന്നതിൽ അതിസാമർഥ്യമുള്ള ആളായിരുന്നു. ഇപ്പൊ അതിന് ഉദാഹരണമായി പറയാവുന്നത് 64 പാർട്ടി വളർന്നതിന് ശേഷം നമ്മൾ കേരളത്തിൽ ഒരുപാട് അത് സംബന്ധിച്ചമായ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ഡോക്ടർ സുകുമാരൻ ഒരു കേരള പര്യടനം തന്നെ നടത്തി, പ്രസംഗ പര്യടനം. പാർട്ടി പിളർപ്പിന് ശേഷം CPM-ന് വേണ്ടിയിട്ട് CPM-ന് വേണ്ടി എന്നുവെച്ചാൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി നിയോഗിച്ചതാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ പട്ടണങ്ങളിലൂടെയും സഞ്ചരിച്ച് യോഗം നടത്തി ഒരു പ്രസംഗ പര്യടനം നടത്തിയ ആളാണ്. 1964 പാർട്ടി പിളർന്നതിന് 2 മാസം കഴിഞ്ഞ CPI തൊടുപുഴയിലും വന്ന് പ്രസംഗിച്ചു. പിന്നെ ആ പ്രസംഗം കേട്ടു. അദ്ദേഹം യോഗം നടത്തിയിട്ടുണ്ട്. കാരണം അത്ര നല്ല പ്രസംഗകനാണ്. ആ വിഷയം അങ്ങോട്ട് പറഞ്ഞു പഠിപ്പിക്കാനൊക്കെ. പിന്നെ അതല്ല, അതൊരു സംഭവമാണ്. പിന്നെ മറ്റൊന്ന്, ഞാൻ SNDP-യുടെ ഒരു പരിപാടിക്ക് നമ്മള് ഒരു SNDP ഒരു പുരോഗമന പ്രസ്ഥാനമായിരുന്നല്ലോ കുറെ ആരംഭത്തിൽ. ശരിയായിരുന്നു. ഈ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു സമാധി ദിനത്തിന് തൊടുപുഴയില് ഈ ഡോക്ടർ സുകുമാരനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. SNDP യൂണിയനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇടപെടൽ കൊണ്ട് ഇദ്ദേഹത്തെ വിളിപ്പിക്കും. അപ്പൊ ഞാൻ കൊല്ലത്തി എന്ന് വിളിച്ചോണ്ട് വരിക ഡോക്ടറെ. അത് അന്ന് ആ യോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ച വിഷയം ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. അതാണ് 70-60 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. എന്നാന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയെ കൊണ്ട് അയിത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായി അംഗീകരിപ്പിച്ചത് PK മാധവനാണ് ആണെന്നുള്ളത് ശരി. ആണെന്നുള്ളതിന്റെ ചരിത്രം ആണ് പുള്ളി അന്ന് പ്രസംഗിച്ചു വിഷയിപ്പിച്ചു. PK മാധവന്റെ ആ അതിലെ ഇടപെടല് വിശദീകരിച്ചാണ് പ്രസംഗിച്ചത്. അതാണ് കുമാരൻ ചേട്ടന് ഏറ്റവും അധികം ഇപ്പോഴും ഓർക്കുന്ന, ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വിഷയം അവതരിപ്പിച്ച് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അതാണ് ഒരു പ്രസംഗകൻ പറഞ്ഞ കാര്യമായി. ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് പലരും ഉണ്ടാവും, എങ്കിലും എടുത്തു പറയാവുന്ന, സ്വാധീനിച്ച, ഇന്നും വളരെ ആരാധനയോടെ ബഹുമാനത്തോടെ കാണുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുന്ന ഉറപ്പുണ്ട്. ആരാണത്? അതിലിപ്പോ ഈ ആളുകളിൽ വിവിധ നിലവാരത്തിലുണ്ടല്ലോ, വിവിധ നിലവാരത്തിലുള്ള ആളുകളല്ലേ.
അപ്പോൾ അതിൽ നമ്മൾ ഇഷ്ടപ്പെടും. ആ ഇഷ്ടത്തിനും വിവിധ നിലവാരത്തിലല്ലേ വരും. അതേ വരുള്ളൂ. ഇപ്പോൾ സഹപ്രവർത്തകരായിട്ടുള്ള ഒരാൾ, മേൽ കമ്മിറ്റിയിലുള്ള ആളുകൾ എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾ ഇഷ്ടം കുറച്ച് തോന്നുന്നു. പക്ഷെ ഞാനങ്ങനെ വ്യക്തിപരമായ ആളുകളെ ഇഷ്ടപ്പെടാറില്ല. പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇഷ്ടം. അതേ ഉള്ളൂ. നല്ലത് മതി. പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ലതുപോലെ നല്ലത് ശരിയായ നിലപാടെടുക്കുന്ന ആള് എന്നുള്ളതാണ്. അങ്ങനെ എടുക്കുമ്പോൾ പിന്നെ ഈ ഞാൻ വന്ന സാഹചര്യത്തിൽ ആദ്യകാലം മുതൽ നേതാവായിരുന്ന ഒരാളാണ് VS അച്യുതാനന്ദൻ. ഈ നമുക്കൊരു പൊതുപ്രവർത്തനത്തിൽ വരുമ്പോഴത്തേക്കും VS കേന്ദ്ര കമ്മിറ്റിയിൽ എത്തി അന്നേ. അപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലുള്ള ഒരാളാണ്. അപ്പോൾ VSന്റെ നിലപാടുകൾ, രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഒക്കെ അന്നു മുതലേ ശ്രദ്ധിച്ചു പോരുന്നതാണ്. പലരോടും അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് ശരി എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലപാടിനെ ഒപ്പിച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വിവാദം വരുമ്പോൾ ഞാനുണ്ടാക്കുന്ന വിവാദമല്ലല്ലോ, വിവാദം വരുമ്പോഴും ആ വിവാദത്തിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടാണ് കുറച്ചുകൂടി ശരിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്നും അങ്ങനെ തോന്നുന്നുണ്ടോ? ഇന്നും ആ തോന്നൽ ഇന്നും ഉണ്ടോ? ഇന്നും ഉണ്ട്, എന്നും തോന്നിയിട്ടുണ്ട്. VSനോട് പാർട്ടി അതല്ല, VSനോട് പാർട്ടി ഒരു എന്താ പറയുന്നത്, ഒരു മുഖം തിരിഞ്ഞു നിന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈ പാർട്ടി ഒരു മൂക്ക് കയറിട്ട പോലെ. ഞാൻ പറയുന്നത് ഇതിപ്പോ ഈ പാർട്ടിയിൽ വിഭാഗീയത ചേരിപ്പോര് ഇതൊക്കെ എന്ന് പറയുന്നത് ലോകത്ത് ഞാനത് വരുമ്പോൾ ഉടനെ ചിന്തിക്കുന്നത് കേരളത്തിന് വെളിയിലേക്ക് പോവുക എൻ്റെ ചിന്ത. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഹിസ്റ്ററിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി എടുക്കുമ്പോൾ ഇത് എല്ലാത്തിടത്തും ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് സാരമില്ല. സോവിയറ്റ് യൂണിയനിലും ഉണ്ട്, ചൈനയിലും ഉണ്ടായിട്ടുണ്ട്, വിയറ്റ്നാമിലുണ്ടായിരുന്ന അത്ര നമുക്ക് അത്രയും പിടിയില്ല. എന്നാൽ ഇവിടെയൊക്കെ ഈ രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെ അവിടുത്തെ പാർട്ടി നേരിട്ടിട്ടുമുണ്ട് എന്ന് പറഞ്ഞ പോലെ കേരളത്തിലും ഉണ്ടായി. കേരളത്തിലെ VSനെ പിന്നെ ഒതുക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ പാർട്ടിക്കകത്ത് ഉൾപാർട്ടി സമരം എന്ന് പറയാം നടന്നിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അങ്ങനെ നടന്നിട്ടുണ്ട്. അതിൻ്റെതായ ഗുണദോഷങ്ങൾ ഇന്നിപ്പോൾ പാർട്ടി അനുഭവിക്കുക. അതേക്കുറിച്ച് ഇപ്പം ഞാൻ പറയേണ്ട വേറെ നിരവധി കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഭരദ്വാജ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സുരേഷ് കുമാറിന്റെ പുസ്തകം ഇറങ്ങിയിടെ, സുരേഷ് കുമാർ എന്ന് പറഞ്ഞ അന്നത്തെ സുരേഷിന്റെ ഉണ്ട്. ഭരദ്വാജ് SFI നേതാവായിരുന്ന ഭരദ്വാജ് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ SFI കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഭരദ്വാജ് മരിച്ചുപോയി. ആ ഭരദ്വാജ് EMSമായിട്ട് അടുത്ത് നിന്നയാളാ, കൈരളിയിൽ വെക്കി. എന്നിട്ട് അവസാനം ആ ഭരദ്വാജ് പുസ്തകം എഴുതിയിട്ടുണ്ട്. അങ്ങനെ പലരും എഴുതിയിട്ടുണ്ട്. പിരപ്പങ്കോട് മുരളി എഴുതിയിട്ടുണ്ട്. പലരും എഴുതിയിട്ടുണ്ട്. ആ ചരിത്രം അന്നത്തെ VSന്റെ അതിനകത്തൊക്കെ വസ്തുതകളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിന്റെ ദോഷങ്ങളും ഇന്ന് അനുഭവിക്കുന്നു എന്നാ പറയുന്നത് അല്ലേ? ദോഷങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ, അതിപ്പോ സംശയമില്ലല്ലോ. ഐസിന്റെ സിദ്ധാന്തമല്ലേ. വളരെ നന്ദി കുമാരൻ ചേട്ടാ, BBC-യുടെ ഈ വർത്തമാനം പരിപാടി സഹകരിച്ചതിന് വളരെ വളരെ നന്ദി. ഞാൻ വീണ്ടും ദീർഘായുസ് നേരുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച്.